പ്രകൃതിരമണീയമായ ഏറ്റവും എല്ലാവർക്കും ഹൃദ്യമായ ഒരു അനുഭവമാണ് അരുവിക്കൽ കളത്തൂരുള്ള കുറവലങ്ങാട് പഞ്ചായത്തിലെ കളത്തൂരുള്ള അരുവിക്കൽ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഉള്ള വെള്ളച്ചാട്ടവും അതോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും എല്ലാം ഒരുപാട് തീർത്ഥാടകരാണ് അവിടെ കടന്നു വരുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ പവിത്രമായ ആചാരാനുഷ്ഠാനങ്ങളും ആ ക്ഷേത്രത്തിൻ്റെ പവിത്രതയും നിലനിർത്തിക്കൊണ്ട് ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഒന്നും ദോഷം വരാതെ അല്ല അതെല്ലാം സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ അവിടുത്തെ നമുക്ക് ഈ വെള്ളച്ചാട്ടവും അല്ലെങ്കിൽ അവിടുത്തെ ഈ പ്രകൃതിരമണീയമായ സാധ്യതകളെയും സംരക്ഷിക്കാം എന്ന ഒരു വിലയിരുത്തലാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ഏതായാലും ഇങ്ങനൊരു കാര്യം വന്നപ്പോൾ തന്നെ വളരെ കാര്യമായി MLA എന്നതിൽ ആ വിഷയത്തിൽ ഞാൻ ഇടപെട്ടു. ജനപ്രതിനിധികൾ എല്ലാവരും അതിൽ ആവശ്യം ഉന്നയിച്ചു. ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികൾ വന്ന് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതിനടിസ്ഥാനത്തിൽ മാധ്യമങ്ങളുടെ വലിയൊരു ശ്രദ്ധയുണ്ടായി. അങ്ങനെ അവിടെ ഇന്നലെ ഞങ്ങൾ സ്ഥലം സന്ദർശിച്ചു. അപ്പോൾ അതിനടിസ്ഥാനത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ഞാൻ ആളുകളോട് തന്നെ ചോദിച്ചു. പക്ഷേ ഞങ്ങളോടും ക്ഷേത്ര കമ്മിറ്റിയോടും ചോദിച്ചു എന്താണ്. അപ്പോൾ അവർ പറഞ്ഞത് ഈ പ്രകൃതിദത്തമായി ലഭിച്ചിരിക്കുന്ന ആ ക്ഷേത്രസന്നിധിക്ക് അനുഗ്രഹപ്രദമാവുന്ന അവിടുത്തെ അത്തരം കാര്യങ്ങളിൽ ഒന്നും മാറ്റം വരുത്താതിരിക്കുക, അതെല്ലാം സംരക്ഷിക്കുക, അത് സംരക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം. അപ്പോൾ തോടിൻ്റെ തോടെല്ലാം ഇടിഞ്ഞ് സൈഡെല്ലാം വളരെ മോശം. തോടിൻ്റെ ഇരുകരകളും സംരക്ഷിച്ചുകൊണ്ട് തോടിൻ്റെ ഒരു തീര സംരക്ഷണം എന്ന നിലയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. ആൾക്ക് നടക്കാവുന്ന വിധത്തിലുള്ള ചെറിയ അറേഞ്ച്മെൻറ്റ്സ് സൈഡിൽ കൊടുക്കുക. അതോടൊപ്പം തന്നെ വെള്ളച്ചാട്ടം ഭംഗിയായി നിലനിർത്തിക്കൊണ്ട് പോകാവുന്ന വിധത്തിൽ ഉള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ആ സൈഡിൽ ചെയ്യുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ അതുകൊണ്ട് തൊട്ടപ്പുറത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുകരകളെയും ആളുകൾക്ക് കടന്നു പോകാനായിട്ട് അവിടെ വേറെ മാർഗ്ഗമില്ല. ഇപ്പോൾ എല്ലാവരും വെള്ളത്തിലൂടെ തന്നെ നീന്തിയാണ് അങ്ങോട്ട് കയറുന്നത്. അതിന് പകരം ഇരുകരകളെയും കണക്ട് ചെയ്തുകൊണ്ട് ചെറിയ ഫുട് ബ്രിഡ്ജ് കൂടെ അവിടെ പ്ലാൻ ചെയ്യാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നടത്താവുന്ന കാര്യങ്ങൾ പ്രത്യേകം പരിശോധിക്കും. MLA ഫണ്ട്, MP ഫണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അങ്ങനെയും പ്രയോജനപ്പെടുന്നതാണ്. എന്തായാലും അവിടെ ഒരു സമഗ്രമായ ഒരു വികസന ലക്ഷ്യത്തോടെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ജനങ്ങളത് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി കൂടെ നിൽക്കും.